മനോജ്, ഇപ്പോൾ എൻ വാസുവിനെ വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായും ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ വൈദ്യപരിശോധനയ്ക്കൊക്കെ ശേഷം ഇപ്പോൾ എൻ വാസുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വിട്ടതിനു ശേഷം ഇപ്പോൾ കൊണ്ടുപോവുകയാണ്, കോടതിക്ക് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇപ്പോൾ BJP പ്രവർത്തകരുടെ പ്രതിഷേധം എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരത്തെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ വാസുവിനെ വിജിലൻസ് കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ BJP പ്രവർത്തകർ അടക്കമുണ്ട് ശക്തമായി ഇപ്പോൾ വാസുവിനെ വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. BJP പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല, വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ കാണുന്നു. എൻ വാസുവിനെ ഇപ്പോൾ വിജിലൻസ് കോടതി ഞങ്ങൾ നേരത്തെ പറഞ്ഞ 4 മണിക്ക് വരുമെന്ന് പറഞ്ഞു, പക്ഷേ അതിനനുസരിച്ചാണ് പ്രവർത്തകരെല്ലാം മാറിപ്പോയത്. എങ്കിലും ഇപ്പം വന്നപ്പം വളരെ പെട്ടെന്ന് വന്ന് വീണ്ടും ശക്തമായ ആ വികാരത്തിനുള്ള നമ്മൾ കൂടെ നിൽക്കത്തേയുള്ളൂ. വിജിലൻസ് കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ഇങ്ങോട്ടേക്ക് തന്നെ വീണ്ടും ഹാജരാക്കും. രാവിലെ മുതൽ ഗേറ്റ് പൂട്ടിയിട്ട് അതോടൊപ്പം തന്നെ കോടതി മുറിയൊക്കെ അടച്ച് ഇട്ടായിരുന്നു ഈ ഒരു കേസ് പരിഗണിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഈ കസ്റ്റഡിയിൽ കിട്ടുവാനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി വാദം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂഷൻ മുരാരി ബാബുവിന് ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം അത് തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് കൂടെ അറസ്റ്റ് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. ശരി മനോജ്, നമുക്ക് പറയാനുള്ളത് വാസുവിനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. എൻ വാസുവിനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയപ്പോഴും ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ വാഹനത്തോട് അടുപ്പിക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പോലീസിന്റെ വലിയ വാഹനങ്ങളടക്കം ഇവിടേക്ക് എത്തി കോടതിക്ക് മുന്നിൽ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് വാസുവിനെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഈ ഇവിടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകരെല്ലാം പോലീസ് പിന്നീട് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു വലിയ തരത്തിലൊരു പ്രതിഷേധമുണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉണ്ടായിരുന്ന വാഹനം BJP പ്രവർത്തകർ ഈ റോഡിൽ തടഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അവരെയൊക്കെ ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോകാനായത്. എന്തായാലും ഇനിയും പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് BJP നേതാക്കൾ അടക്കം അറിയിച്ചിട്ടുള്ളത്. ഇനിയുള്ള അറസ്റ്റുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് എത്തിക്കുക. കോടതിയിലേക്ക് എത്തിച്ച ശേഷമാകും, അതായത് ഇനി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ പോലും ഈ വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഈ കോടതിയിൽ തുടരുകയാണ്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ അടക്കം വാദം കേൾക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധവും ശക്തമാകും. അത് ഓരോ മേഖലയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. റാന്നി കോടതിയിൽ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയപ്പോൾ അന്നും അവിടെ എത്തി BJP പ്രവർത്തകർ ചെരിപ്പെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച ഒരു സംഭവമുണ്ടായി. അതിനു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതിക്ക് മുന്നിലും ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു CPM ബന്ധം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന ഒരു എൻ വാസു ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും അടക്കം പ്രിയങ്കരനായ എൻ വാസുവിനെ പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നീട് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള ആരോപണങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരുമ്പോഴും ഒരിക്കലും എൻ വാസു CPM-ൽ നിന്നും ഒരു അകലവും പാലിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ അറസ്റ്റ് നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന അറസ്റ്റുകളും ഇനി വലിയ പ്രമുഖരിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പത്മകുമാർ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി ഹാജരായി. ഈ ചോദ്യം മുന്നിൽ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് കൂടെ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയുള്ള ഈ സാഹചര്യത്തിൽ ഈ വരുന്ന, അതായത് ആദ്യത്തെ അറസ്റ്റ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. രണ്ടാമത്തെ അറസ്റ്റ് മുരാരി ബാബുവിലേക്ക് എത്തി. പിന്നീട് അത് സുധീഷ് കുമാറിലേക്കും KS ബൈജുവിലേക്കും എത്തി. പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് കൂടുതൽ ബന്ധങ്ങൾ പുറത്തു വരുന്നത്. അത് സർക്കാർ രംഗത്ത്, അതായത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ എൻ വാസുവും ഒക്കെയായുള്ള ബന്ധം അത് പൊതുസമൂഹത്തിന് നന്നായി അറിയാവുന്നതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അത് വിരൽ ചൂണ്ടുന്നത് ഈ ഒളിഞ്ഞിരിക്കുന്ന പ്രമുഖരിലേക്ക് തന്നെയാണ്, രാഷ്ട്രീയ നേതാക്കളിലേക്ക് അടക്കം തന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഭക്തരൊക്കെ തന്നെ വലിയ വിഷമത്തിൽ കൂടിയാണ്. അതായത് ശബരിമലയിലടക്കം ഇത്തരത്തിൽ കവർച്ച നടത്തിയ ഈ ഒരു ആളുകളുടെ കയ്യിലേക്കാണ് പിന്നീട് ഈ ദേവസ്വം ബോർഡ്
ഈ ഭാരവാഹിത്വങ്ങളടക്കം ഏൽപ്പിച്ചു നൽകുന്നത് എന്നുള്ളത് കാര്യം. അതായത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ളവരല്ല, അവിടെ കട്ടുപിടിക്കുവാനുള്ളവരാണ് എന്നുള്ള കാര്യം തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളടക്കം ഭക്തരടക്കം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടിവരും. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കേസിൽ എന്തൊക്കെയാണ് ഇവരുടെ ബന്ധങ്ങൾ, ഏതൊക്കെ രീതിയിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ ആരൊക്കെ നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും അതിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ കൊല്ലം വിജിലൻസ് കോടതിയിലടക്കം പ്രതിഷേധവും ശക്തമാകുന്നത്. ശരി, അങ്ങനെ തന്നെയാണ് മനോജ്. 4 മണി വരെയാണ് SIT കസ്റ്റഡിയിൽ എൻ വാസുവിനെ വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാസുവിനെ വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ സമയത്തും BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ A പത്മകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ് SIT സംഘം. A പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.